ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കണ്ടൻറ് ക്രിയേറ്റർമാരെ ഞെട്ടിച്ചുകൊണ്ട് യൂട്യൂബ് പുതിയ മോണിറ്റേഷൻ പുതുക്കിയത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇതേപോലെ പുതിയ അപ്ഡേഷൻ തുടരുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഒറിജിനൽ കണ്ടൻറ് പ്രാധാന്യം നൽകുകയും പണിയെടുക്കാതെ തട്ടിക്കൂട്ടുന്ന വീഡിയോയ്ക്ക് ഇനി മുതൽ ക്യാഷ് നൽകില്ല എന്നാണ് ഫേസ്ബുക്ക് പറയുന്നത്. ഹായ് കൂട്ടുകാരെ, അപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ശ്രദ്ധിക്കുക. എന്തായാലും നമ്മളൊരു ഐ ഡി ഉണ്ടാക്കിയത് ഫേസ്ബുക്ക് തന്നെ തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ചാനൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. കണ്ടൻറ് ക്രിയേറ്റേഴ്സ്മാരെ ഞെട്ടിച്ചുകൊണ്ടാണ് യൂട്യൂബ് അവരുടെ പുതിയ മോണിറ്റൈസേഷൻ പുതുക്കിയത്. ഒറിജിനൽ കണ്ടൻറ്റിന് പ്രാധാന്യം നൽകുകയും പണിയെടുക്കാതെ തട്ടിക്കൂട്ടുന്ന വീഡിയോയ്ക്ക് ഇനി മുതൽ ക്യാഷ് നൽകില്ല എന്നാണ് യൂട്യൂബ് തീരുമാനിച്ചത്. അതേ നയം തന്നെയാണ് ഇപ്പോൾ ഫേസ്ബുക്കിലും വരാൻ പോകുന്നത്. ഈ കഴിഞ്ഞ ജൂലൈ 15-നാണ് യൂട്യൂബിൽ ഈ ഒരു അപ്ഡേഷൻ വന്നത്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ ഇതന്നെയാണ് ഫേസ്ബുക്കിലും വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫേസ്ബുക്കും ഇതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതാ ഫേസ്ബുക്കും കണ്ടൻറ് ക്രിയേഷനും പുതിയ മോണിറ്റൈസേഷനും പുതിയ റൂൾസുമായി എത്തിയിരിക്കുകയാണ് കൂട്ടുകാരെ. ഇത് കാരണം ഒറ്റയടിക്ക് പണി കിട്ടുന്നത് നിരവധി പേർക്കാണ്. എന്തൊക്കെയാണ് ഫേസ്ബുക്കിൻ്റെ പുതിയ നയങ്ങളെന്ന് നോക്കാം. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നവരുടെ പ്രഥമ വെല്ലുവിളിയായിരുന്നു നിങ്ങളുടെ പോസ്റ്റുകൾ കട്ടുകൊണ്ടു പോകുന്നത്. കണ്ടൻറ് ചെയ്യുന്ന വ്യക്തികൾക്ക് മോണിറ്റേഷൻ പോളിസി ആരംഭിച്ചതോടെ, ഫേസ്ബുക്കും യൂട്യൂബും ആരംഭിച്ചതോടെ ഈ മോഷണം തുടങ്ങി. ശരിയല്ലേ? നിങ്ങളുടെയൊക്കെ ഒരുപാട് പോസ്റ്റുകൾ പലരും അടിച്ചുകൊണ്ട് പോകുന്നില്ലേ? എന്നിട്ട് അവരുടെ ഐ ഡിയിൽ ഇടുന്നു, അവർ റീച്ച് ഉണ്ടാക്കുന്നു. എന്നാൽ ഇനി പണി കിട്ടുക തന്നെ ചെയ്യും. യഥാർത്ഥ ക്രിയേറ്റേഴ്സ് കണ്ടൻറ് കൊടുക്കാതെ പോസ്റ്റ് ചെയ്ത പോസ്റ്റോ ഫോട്ടോയോ എടുത്ത് സ്വന്തം അക്കൗണ്ടിൽ ഇട്ടാൽ കർശന നടപടികൾ ആയിരിക്കും അക്കൗണ്ടിന് നേരിടേണ്ടി വരിക. ആദ്യഘട്ടത്തിൽ മോണിറ്റൈസേഷൻ ഡിസേബിൾ ചെയ്യുകയും അക്കൗണ്ട് താനെ ചിലപ്പോൾ തൂക്കിയെന്നും വരാം ഫേസ്ബുക്ക്. മെറ്റയുടെ നയം യൂട്യൂബിനായി ഏറെ സാമ്യമുള്ളതാണ്. യൂട്യൂബ് സ്വന്തമായി നിർമ്മിച്ചതിന് മാത്രമാണ് പ്രോത്സാഹനം നൽകുന്നത്. വ്യാജമായ ഉള്ളടക്കം, വ്യാജമായ പ്രൊഫൈൽ എന്നിവ കൂടുതൽ ഫേസ്ബുക്കിൽ വർദ്ധിച്ചു വരുന്നതായി കാണുന്നുണ്ട്. ഈ മാറ്റത്തിനുള്ള കാരണമാണ് ഇനി ഫേസ്ബുക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ 5 ലക്ഷത്തിലധികം കണ്ടന്റിന് എതിരെ മെറ്റ നടപടി എടുത്തിരുന്നു. 10 മില്യൺ ഫേക്ക് അക്കൗണ്ട് ഫേസ്ബുക്കിൽ നിന്നും നീക്കം ചെയ്തു. പലരുടെയും അക്കൗണ്ട് ഫേസ്ബുക്ക് തന്നെ തൂക്കി എറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എന്തെങ്കിലും കാരണം ഇല്ലാതെ ഒരിക്കലും ഫേസ്ബുക്ക് അങ്ങനെ ചെയ്യാറില്ല. ഇത് യഥാർത്ഥ ക്രിയേറ്റേഴ്സിനെ കൂടുതൽ റീച്ച് ഉണ്ടാക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇനി എന്താണ് അൺഒറിജിനൽ കണ്ടൻറ്? ഒരാളുടെ അനുവാദമില്ലാതെ അവരുടെ ഉള്ളടക്കം ആവർത്തിച്ച് പങ്കുവയ്ക്കുക, മാറ്റം വരുത്താതെ യൂസ് ചെയ്യുക, സ്വന്തമായി ഒരു വീഡിയോ ഉണ്ടാക്കുക. ചെറിയ മാറ്റം വരുത്തിയാലും മെറ്റ സ്വീകരിക്കില്ല കേട്ടോ. നമ്മളൊരു ആളുടെ വീഡിയോ കൊണ്ടുവന്ന് അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാലും ഫേസ്ബുക്കിനെ അത് സ്വീകരിക്കില്ല. ഇനി ഫേസ്ബുക്ക് എങ്ങനെ ഒറിജിനൽ കണ്ടന്റ് ആക്കി എന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. സ്വന്തമായി ഉണ്ടാക്കുന്ന ഉള്ളടക്കം അഥവാ മറ്റുള്ളവരുടെ ഉള്ളടക്കം ചെയ്യുമ്പോൾ കാര്യമായ മാറ്റം വരുത്തുക. അതായത് അതിൽ ഒരുപാട് എഡിറ്റും കാര്യവും ചെയ്ത് നമ്മളുടെ ശബ്ദം തന്നെ ആ വീഡിയോയ്ക്ക് നൽകുക. സ്വന്തമായി ശബ്ദം നൽകിക്കൊണ്ടാണെങ്കിൽ ഒരുപാട് മാറ്റം വന്നു. ക്രിയാത്മകമായ എഡിറ്റിംഗ് നടത്തുക. മറ്റൊന്ന്, ആരുടെ ഉള്ളടക്കം എടുത്തുവോ അയാൾക്ക് കാര്യമായ ക്രെഡിറ്റ് നൽകുക. നല്ല തലക്കെട്ടോടുകൂടി നല്ല ഹാഷ്ടാഗ് നൽകുക. ഹാഷ്ടാഗ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോ ഏതാണ് നിങ്ങൾ വീഡിയോ ഇടുന്നത് ആ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഹാഷ്ടാഗ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ അതിൻ്റെ തംബ്ലൈൻ കൊടുക്കുന്നത്, തംബ്ലൈൻ എന്ന് പറയുന്നത് തലക്കെട്ട്, അത് കൊടുക്കുന്നത് ആ വീഡിയോയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഉള്ളവയായിരിക്കണം. ഇത് സ്വന്തമായി
ക്രിയേറ്റേഴ്സിന് ഒരു സുവർണ അവസരം കൂടിയാണ് കേട്ടോ. നിങ്ങളുടെ അക്കൗണ്ടിൽ വരുമാനം കൂടാനും റീച്ച് കൂട്ടാനും വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു സുവർണ അവസരമായി നിങ്ങളിതിനെ കണക്കിലാക്കുക. പുതിയ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ഫേസ്ബുക്കിൻ്റെ പുതിയ നയങ്ങൾ ഇപ്പോൾ നിങ്ങൾ കേട്ടല്ലോ. ഇത് തന്നെയാണ് യൂട്യൂബിലും സംഭവിച്ചത്. ഞാൻ പറഞ്ഞു ജൂലൈ 15 യൂട്യൂബ് അത് നിലവിൽ കൊണ്ടുവന്നു. ഇനി ഫേസ്ബുക്കിൽ എന്നാണ് എന്നറിയില്ല, പക്ഷേ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ മെമ്പർമാരോടും എനിക്ക് പറയാനുള്ളത്, എൻ്റെ സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരാളുടെ വീഡിയോസ് നിങ്ങളുടെ ഐഡിയിൽ കൊണ്ടുവന്നിടുമ്പോൾ നിങ്ങളുടെ ഐഡി ആയിരിക്കും നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ ഒരു വീഡിയോസ് കൊണ്ടുവരുമ്പോൾ അതിൽ സ്വന്തമായിട്ട് നിങ്ങളുടെ വോയിസ് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ എല്ലാവരും പ്രൊഫൈൽ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കൽ പോലും നിങ്ങളുടെ പ്രൊഫൈൽ മാറ്റരുത്. നിങ്ങളെ അറിയപ്പെടുന്ന ഈ ഒരു പ്രൊഫൈലിലൂടെയാണ്. ഫേസ്ബുക്ക് നിങ്ങളിടുന്ന പോസ്റ്റ് മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഈ ഒരു പ്രൊഫൈലിലൂടെയാണ്. അപ്പോൾ ഈ പ്രൊഫൈൽ നിങ്ങൾ ഒരിക്കലും മാറ്റരുത്. നിങ്ങൾ ഇട്ട പ്രൊഫൈൽ തന്നെയായിരിക്കണം സ്ഥിരമായിട്ട് നിങ്ങളുടെ ഐഡിയയിൽ ഉണ്ടായിരിക്കേണ്ടത്. നമ്മളത് മാറ്റുന്നതിലൂടെ നമുക്ക് വരുമാനം കുറയാനും നമുക്ക് കിട്ടുന്ന റീച്ച് കുറയാനും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഓരോ വാചകങ്ങളും മറ്റൊരാളുടെ പോസ്റ്റിന് കീഴിൽ പോയി നമ്മൾ എഴുതിയിടുന്ന തെറികൾ അതൊക്കെ ഇനി നിലയ്ക്കും. അങ്ങനെയുള്ള എല്ലാ ആളുകളുടെയും ഐഡികൾ സ്റ്റോപ്പ് ചെയ്യാനാണ് ഫേസ്ബുക്കിൻ്റെ തീരുമാനം. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. മറ്റൊരാളുടെ ഐഡിയിൽ പോയി നമ്മൾ അവരുടെ മാനഭംഗപ്പെടുത്തുന്ന രീതിക്കുള്ള കമൻറ്റുകൾ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒക്കെ കേസ് പോയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരാൾക്കും ഹർട്ട് വരാത്ത രീതിക്ക് നമ്മുടെ ഫേസ്ബുക്കും നമ്മുടെ ഐഡിയുമായി മുന്നോട്ട് പോവുക. മറ്റൊരാൾക്കും ഒരു ദോഷവും നമ്മൾ ഉണ്ടാക്കരുത്. ഓക്കെ, അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുൻപിലേക്ക് വരുന്നതായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ചിലർ പറയും, ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. നിലവിൽ വരുന്ന സമയത്ത് അന്ന് ലച്ചു പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.